ഹലോ സുഹൃത്ത്, നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 25, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ളൊരു ആകാംക്ഷ അത് നമുക്കുണ്ടെങ്കിൽ ഏത് പരീക്ഷയിലും എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ, ഒരു ഹാബിറ്റാക്കി മാറ്റിയേ പറ്റൂ. ഇന്ന് ജനുവരി 25 നമുക്ക് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ബോയ്മേള, ഇന്ത്യാസ് ഓൾഡസ്റ്റ് ബുക്ക് ഫെയർ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പുസ്തകമേളയായ ബോയ്മേള. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകമേള ഏതാണ്? കൊൽക്കട്ടയിലെ ബോയ്മേള പുസ്തകമേള. ഇന്ത്യയിലെ ആദ്യത്തെ ഒരു പുസ്തകമേളയാണ് ബോയ്മേള, ഇപ്പോൾ അറിയപ്പെടുന്നത് കൊൽക്കട്ട ബുക്ക് ഫെയർ എന്ന പേരിൽ. ഈ ഒരു പുസ്തകമേള അന്ന് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ പുസ്തകമേള നടന്നത് ഏത് വർഷത്തിലാണ്? 1918. 1918 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പുസ്തകമേള നടന്നു. അന്ന് അത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ. ഈ ഒരു പുസ്തകമേള അന്ന് കൊൽക്കട്ടയിലെ ബോ ബസാറിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു പുസ്തകമേളയാണ്. കൊൽക്കട്ടയിലെ ഗോയങ്ക കോളേജ് ഓഫ് കോമേഴ്സിലെ ബോയ് ബസാറിൽ നടന്നിട്ടുള്ള പുസ്തകമേള 1918. അതാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ ഒരു ബുക്ക് ഫെയർ. ആദ്യത്തെ ആധുനിക കൊൽക്കട്ട പുസ്തകമേള ഉദ്ഘാടനം ചെയ്തത് എപ്പോഴാണ്? 1976 മാർച്ച് 5. 1975 ഈ പുസ്തകമേള, അതായത് മോഡേൺ കൊൽക്കട്ട ബുക്ക് ഫെയർ, അത് ഓർഗനൈസ് ചെയ്തു. 1976 അതായത് 1976 മാർച്ച് 5 ഇന്ത്യയിൽ ആദ്യത്തെ ദ ഫസ്റ്റ് മോഡേൺ കൊൽക്കട്ട ബുക്ക് ഫെയർ അത് നടന്നു. 48ാമത് അന്താരാഷ്ട്ര കൊൽക്കത്ത പുസ്തകമേള ഏത് തീയതിയിലാണ് നടക്കുക? 2025 ജനുവരി 28 മുതൽ ഫെബ്രുവരി 9 വരെ. അതായത് ഇന്ത്യയിലെ ഏറ്റവും പഴയ പുസ്തകമേളയായിട്ടുള്ള ബോയ്മേള 1976 അത് മോഡേൺ കൊൽക്കത്ത ബുക്ക് ഫെയർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അതിൻ്റെ ഇപ്പോഴത്തെ 48ാമത്തെ ഇന്റർനാഷണൽ കൊൽക്കത്ത ബുക്ക് ഫെയർ ആണ് ജനുവരി 28 മുതൽ ഫെബ്രുവരി 9 വരെ നടക്കാൻ പോകുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് രക്ഷാമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ഫ്ലാഗ് ഓഫ് സഞ്ജയ്. രക്ഷാമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് സഞ്ജയ് ഫ്ലാഗ് ഓഫ് ചെയ്തു. എന്താണ് സഞ്ജയ്? ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ് സഞ്ജയ് എന്ന ഈ ഒരു ഉപകരണം, ഈ ഒരു സിസ്റ്റം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. രക്ഷാമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്ത യുദ്ധകള നിരീക്ഷണ സംവിധാനത്തിന്റെ ബാറ്റിൽ ഫീൽഡ് സർവിലൻസ് സിസ്റ്റം BSS, ഇതിന്റെ പേരെന്താണ്? സഞ്ജയ്. സഞ്ജയ് എന്ന പേരിൽ ഒരു പുതിയ ബാറ്റിൽ ഫീൽഡ് സർവിലൻസ് സിസ്റ്റം, ഒരു നിരീക്ഷണ സംവിധാനം ഉദ്ഘാടനം ചെയ്തു. രക്ഷാമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ആണ് അത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും സഞ്ജയിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു ബാറ്റിൽ ഫീൽഡ് സർവിലൻസ് സിസ്റ്റമാണ് BSS. ഇതിലെ സെൻസേഴ്സ് ഉപയോഗിച്ച് യുദ്ധകളത്തിലെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് അത് കൃത്യമായിട്ട് ആർമി ഹെഡ്ക്വാർട്ടേഴ്സിലും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിലും അറിയിക്കുക എന്നതാണ്. അത് കൃത്യമായിട്ട് ഓട്ടോമാറ്റിക്കലി അറിയിക്കുക എന്നതാണ് ഈ ഒരു പുതിയ സിസ്റ്റം, അതായത് സഞ്ജയ് എന്ന് പറയുന്ന ബാറ്റിൽ ഫീൽഡ് സർവിലൻസ് സിസ്റ്റം BSS. ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിൽ വെച്ചാണ് ഇതിന്റെ ഉദ്ഘാടനം നടന്നിട്ടുള്ളത്. സഞ്ജയ് യുദ്ധകള നിരീക്ഷണ സംവിധാനം BSS ഏത് തീയതിയിലാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്? 2025 ജനുവരി 24. ഈ കഴിഞ്ഞ ജനുവരി 24, അതായത് ഇന്നലെയാണ് BSS, അതായത് ബാറ്റിൽ ഫീൽഡ് സർവിലൻസ് സിസ്റ്റം സൗത്ത് ബ്ലോക്കിൽ, അതായത് ന്യൂഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിൽ രാജ്യരക്ഷാമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, ബാറ്റിൽ ഫീൽഡിലെ യുദ്ധകാലത്തിലെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സിസ്റ്റം അറിയിക്കുക. പ്രധാനമായിട്ടും പറയുമ്പോൾ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിലും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിലും കൃത്യമായിട്ട് അറിയിക്കുക എന്നതാണ് ഈ ഒരു സിസ്റ്റം, അതായത് സഞ്ജയ് എന്ന് പറയുന്ന ബാറ്റിൽ ഫീൽഡ് സർവിലൻസ് സിസ്റ്റത്തിന്റെ ലക്ഷ്യം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് 10K സ്പെഷ്യൽ ഗസ്റ്റ് ഇൻവൈറ്റഡ് ഫോർ RD പരേഡ്. RD പരേഡിലേക്ക് 10,000 പ്രത്യേക അതിഥികളെ ക്ഷണിച്ചു. നമുക്കിതിന്റെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2025 ജനുവരി 26 ദേശീയ തലസ്ഥാനത്ത് നടക്കുന്ന ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കാൻ എത്ര പ്രത്യേക അതിഥികളെ ക്ഷണിച്ചു? 10,000 സ്പെഷ്യൽ ഗസ്റ്റ്. നാളെ നടക്കാൻ പോകുന്ന RD പരേഡിൽ 10,000 സ്പെഷ്യൽ ഗസ്റ്റിനെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ 76ാമത്തെ റിപ്പബ്ലിക് ദിനമാണ് നാളെ ആഘോഷിക്കാൻ പോകുന്നത്.
ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നാളത്തെ ദിവസം, അതായത് ജനുവരി 26. 10,000 ഗസ്റ്റ്, പല പല മേഖലയിലെ 10,000 ഗസ്റ്റിനെയാണ് ഈ ഒരു ദിനത്തിൽ ക്ഷണിച്ചിട്ടുള്ളത്. 2025 ജനുവരി 26 ദേശീയ തലസ്ഥാനം നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ എത്ര പഞ്ചായത്ത് നേതാക്കളെ ക്ഷണിച്ചു? 600 നേതാക്കൾ. ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള 600ഓളം പഞ്ചായത്ത് ലീഡേഴ്സിനെയാണ് നാളത്തെ, അതായത് RD പരേഡിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത്. 76ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ എത്ര ടാബ്ലോകൾ ഉണ്ട്? 31 ടാബ്ലോകൾ. ഈ ഒരു കറണ്ട് അഫയേഴ്സ് നേരത്തെ വന്നിരുന്നു, അതായത് എത്ര ടാബ്ലോസ് ആണ് ഈ വരുന്ന RD പരേഡിൽ ഉള്ളത്? ഇത് 31 ടാബ്ലോസ് ആണ്, അതായത് സ്റ്റേറ്റിൻ്റെയും യൂണിയൻ ടെറിട്ടറീസിൻ്റെയും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആയിട്ട് ബന്ധപ്പെട്ട് ടാബ്ലോസ് ഉള്ളത്. ഇതിൽ 16 സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറീസിൻ്റെ ആണ് ടാബ്ലോസ്. കൂടാതെ വരുന്ന 15ഓളം വരുന്നത് ഇന്ത്യയിലെ മന്ത്രാലയങ്ങളുടെ ടാബ്ലോസ് ആണ്. ഈ പ്രാവശ്യത്തെ ടാബ്ലോയുടെ തീം ആണ് സശക്ത് ഓർ സുരക്ഷിത് ഭാരത്, എംപവേർഡ് ആൻഡ് സെക്യൂർ ഇന്ത്യ എന്നതാണ് 2025 76ാമത്തെ RD പരേഡിലെ ടാബ്ലോയുടെ തീം. 76ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഏത് റെജിമെന്റാണ് 21 ഗൺ സല്യൂട്ട് അവതരിപ്പിക്കുക? റെജിമെന്റ് ഓഫ് ആർട്ടിലറിയാണ്. RD പരേഡിലെ 21 ഗൺ സല്യൂട്ടിന് ചുക്കാൻ പിടിക്കുന്നത് ആർട്ടിലറിയിലെ 871 ഫീൽഡ് റെജിമെന്റ്. ഗൺ എന്ന് പറയുമ്പോൾ 105 mm ഇന്ത്യൻ ഫീൽഡ് ഗൺസ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ പ്രസിഡന്റിനെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് 21 ഗൺ സല്യൂട്ട്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യ റാങ്ക്സ് 4th ഇൻ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് 2025. 2025 ആഗോള ഫയർ പവർ സൂചികയിൽ ഇന്ത്യ 4ാം സ്ഥാനത്ത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ്. ഇത് ഡിഫൻസ് ബന്ധപ്പെട്ട ഒരു ഇൻഡെക്സ് സൂചികയാണ്. ആഗോളതലത്തിൽ എടുക്കുന്ന ഒരു സൂചികയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഗ്ലോബൽ ഫയർ പവർ സൂചിക 2025 ഇന്ത്യയുടെ റാങ്ക് എന്ത്? 4ാം റാങ്ക്. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് ഇത് പവർ ഓഫ് ഡിഫൻസ്, അതുപോലെ തന്നെ പല മാനദണ്ഡങ്ങളും അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സൂചികയാണ് പവർ ഓഫ് ഇൻഡെക്സ് ഗ്ലോബൽ ഫയർ പവർ എന്ന് പറയുന്നത്. ഇതനുസരിച്ച് ഇന്ത്യയുടെ റാങ്ക് ആണ് 4ാമത്തെ റാങ്ക്. ഗ്ലോബൽ ഫയർ പവർ സൂചിക 2025 ഇന്ത്യയേക്കാൾ മുന്നിലുള്ള 3 രാജ്യങ്ങൾ ഏതാണ്? US, റഷ്യ, ചൈന. ഇന്ന് ലോകത്തെ ഏറ്റവും സൂപ്പർ പവേഴ്സ് ആയിട്ടുള്ള 3 രാജ്യങ്ങളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, റഷ്യ, ചൈന. 4ാമത്തെന്ന് പറയുമ്പോൾ അത് ഇന്ത്യയാണ്. ഇന്നത്തെ ഗ്ലോബൽ ഫയർ പവർ സൂചിക പ്രകാരം 4ാമത്തെ റാങ്ക് ആണ്. അതായത് ഡിഫൻസ്, അതുപോലെ തന്നെ പല മേഖലയിൽ ഡിഫൻസ് ആയി ബന്ധപ്പെട്ട് ആ ഒരു സൂചിക പ്രകാരമാണ് ഇന്ത്യ 4ാമത്തെ റാങ്ക്. ഗ്ലോബൽ ഫയർ പവർ സൂചിക 2025 എത്ര രാജ്യങ്ങളുണ്ട്? 145 രാജ്യങ്ങൾ. 145 രാജ്യങ്ങളുടെ ഒരു ഇൻഡെക്സ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സൂചിക, അതായത് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ്. ഇതിലാണ് ഇന്ത്യയുടെ റാങ്ക് 4ാമത്തേത്. ഗ്ലോബൽ ഫയർ പവർ സൂചിക 2025 145ാം സ്ഥാനത്ത് സൂചികയുടെ ഏറ്റവും താഴെയായി റാങ്ക് ചെയ്യപ്പെട്ട രാജ്യം ഏതാണ്? ഭൂട്ടാൻ. ഇന്ന് ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന രാജ്യങ്ങളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, റഷ്യ, ചൈന, ഇന്ത്യ എന്നിവയെല്ലാം. എന്നാൽ ഏറ്റവും താഴെ 145ാമത്തെ റാങ്ക് എന്ന് പറയുമ്പോൾ അത് ഭൂട്ടാനാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ദ സെക്കൻഡ് മീറ്റിംഗ് ഓഫ് ദി ബിംസ്റ്റെക് എക്സ്പേർട്ട് ഗ്രൂപ്പ് ഓൺ സൈബർ സെക്യൂരിറ്റി കോ ഓപ്പറേഷൻ. സൈബർ സുരക്ഷാ സഹകരണത്തെക്കുറിച്ചുള്ള ബിംസ്റ്റെക് വിദഗ്ധ ഗ്രൂപ്പിന്റെ 2ാം യോഗം. ബിംസ്റ്റെക് എന്താണ്? ഇത് എവിടെയാണ് ബിംസ്റ്റെക്കിന്റെ ആ ഒരു മീറ്റിംഗ് നടക്കുന്നത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സൈബർ സുരക്ഷാ സഹകരണത്തെക്കുറിച്ചുള്ള ബിംസ്റ്റെക് വിദഗ്ധ ഗ്രൂപ്പിൽ എത്ര രാജ്യങ്ങളുണ്ട്? 7 രാജ്യങ്ങൾ. ബിംസ്റ്റെക് എന്നാൽ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ. ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ, ബിംസ്റ്റെക്. ഇതിൽ 7 രാജ്യങ്ങളാണ് ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലൻഡ്. ഈ രാജ്യങ്ങളുടെ സംഘടനയാണ് ബിംസ്റ്റെക്. സൈബർ സുരക്ഷാ സഹകരണത്തെക്കുറിച്ചുള്ള ബിംസ്റ്റെക് വിദഗ്ധ ഗ്രൂപ്പിന്റെ 2ാമത്തെ യോഗം 2025 ജനുവരി 21 എവിടെയാണ് നടക്കുന്നത്? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് കഴിഞ്ഞ ജനുവരി 21 ബിംസ്റ്റെക്കിന്റെ 2ാമത്തെ യോഗം നടന്നിട്ടുള്ളത്. സൈബർ സുരക്ഷാ സഹകരണത്തെക്കുറിച്ചുള്ള ബിംസ്റ്റെക് വിദഗ്ധ ഗ്രൂപ്പിന്റെ ആദ്യ യോഗം ന്യൂഡൽഹിയിൽ നടന്നത് ഏത് തീയതിയിലാണ്? 2022 ജൂലൈ 14-15. അതായത് 3 വർഷം മുമ്പ്
2022 ജൂലൈ 14-15 ഈ തീയതികളിലാണ് ബിംസ്റ്റെക്കിന്റെ ആദ്യത്തെ മീറ്റിംഗ് നടന്നിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ മീറ്റിംഗ് ആണ് ഈ കഴിഞ്ഞ ജനുവരി 21 നടന്നിട്ടുള്ളത്. ബിംസ്റ്റെക് ഗ്രൂപ്പിലെ 7 രാജ്യങ്ങളാണത്. ഈ 7 രാജ്യങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബംഗാൾ ഉൾക്കടൽ മേഖലയിലെ സാമ്പത്തിക വളർച്ചയും സാമൂഹിക പുരോഗതിയും ത്വരിതപ്പെടുത്തുക എന്നതാണ്. അതായത് സാമ്പത്തികം, സാമൂഹികം, സാങ്കേതിക, ശാസ്ത്ര മേഖലയിലെ സഹകരണം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് 7 രാജ്യങ്ങൾ. ഇത് ബംഗാൾ ഉൾക്കടൽ ആയി ബന്ധപ്പെട്ട് ആ തീരങ്ങളിലുള്ള രാജ്യങ്ങളാണ് ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലൻഡ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: JD Vance was sworn in as the 50th Vice President of the United States. JD Vance അമേരിക്കയുടെ 50ാമത് വൈസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് JD Vance ആരാണെന്നും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വന്നിട്ടുള്ള മാറ്റം. 47ാമത്തെ പ്രസിഡന്റ് ആയിട്ടാണ് ഡൊണാൾഡ് ട്രംപ് 2ാമത്തെ പ്രാവശ്യം US പ്രസിഡന്റ് ആയിട്ടുള്ളത്. JD Vance ആണ് വൈസ് പ്രസിഡന്റ്. ഇദ്ദേഹം നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ 3ാമത്തെ വൈസ് പ്രസിഡന്റ് ആരാണ്? JD Vance, 40 വയസ്സ്. 40ാമത്തെ വയസ്സിൽ ആണ് JD Vance യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 3ാമത്തെ ദ യങ്ങസ്റ്റ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ളത്. പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം 2ാമത്തെ വനിതയായ ആദ്യത്തെ ഇന്ത്യൻ അമേരിക്കൻ വനിതയുടെ പേര് ഉഷ വാൻസ്. ഉഷ വാൻസ് ഇന്ത്യൻ അമേരിക്കനാണ്. JD Vanceന്റെ വൈഫ് ആണ് ഉഷ വാൻസ്. ഇപ്പോൾ US-ലെ 2ാമത്തെ സെക്കൻഡ് ലേഡി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഉഷ വാൻസ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചത് ആരാണ്? ജോൺ ബ്രക്കൻറിഡ്ജ്, 36 വയസ്സ്. അമേരിക്കയുടെ 14ാമത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ജോൺ ബ്രക്കൻറിഡ്ജ്. 36ാമത്തെ വയസ്സിൽ അദ്ദേഹം അമേരിക്കയുടെ ദ ഫസ്റ്റ് യങ്ങസ്റ്റ് വൈസ് പ്രസിഡന്റ് ആയിട്ട് ചുമതലയേറ്റെടുത്തു. അമേരിക്കയുടെ 14ാമത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ജോൺ സി ബ്രക്കൻറിഡ്ജ്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.